അഫ്ഗാനിസ്ഥാൻ പരമ്പര ഇന്ത്യ തൂത്തുവാരി 3-0 ഇന്ത്യ കളി ജയിച്ചത്. ഇന്നത്തെ ലാസ്റ്റ് T20 ആവേശകരമായിരുന്നു. ഇന്ന് ഇന്ത്യ കളി ജയിച്ച് പരമ്പര നേടി. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ട്രോഫി ഏറ്റുവാങ്ങി. അതിനുശേഷം നടന്ന കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. രോഹിത് ശർമ്മ ട്രോഫി കൊടുത്തത് സംസാര വിഷയമായി മാറി. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 2 സൂപ്പർ ഓവറാണ് ഇന്നത്തെ മാച്ചിൽ പറഞ്ഞത്. ആരും തന്നെ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ സൂപ്പർ ഓവറിൽ ഇന്ത്യ കളി തോൽക്കുമെന്ന് തോന്നിച്ചു. എങ്കിലും ഇന്ത്യ മികച്ച ബൗളിംഗ് നടത്തി കളി തിരിച്ചു പിടിച്ചു. പക്ഷേ പണ്ടത്തെ അഫ്ഗാനല്ല ഇപ്പോഴത്തേത്. അവരെ ഇനി ശരിക്കും പേടിക്കേണ്ടിയിരിക്കുന്നു. എത്ര മികച്ച ബാറ്റിങ്ങും ബൗളിങ്ങുമാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ന് പുറത്തെടുത്തത്. 212 റൺസ് എടുത്തിട്ടും ഇന്ത്യക്ക് കളി ജയിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒടുവിൽ ഇന്ത്യ സൂപ്പർ ഓവറിൽ കളി ജയിച്ചു. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ട്രോഫി ഏറ്റുവാങ്ങിയത്. രോഹിത് ശർമ്മ ട്രോഫി ലഭിച്ചുടൻ ഓടി വന്ന് കൊടുത്തത് സഞ്ജുവിനായിരുന്നു. കാരണം ഈ ഒരു സീരീസിൽ സഞ്ജുവിന് കളിക്കാൻ അധികം അവസരം കിട്ടിയിട്ടില്ല. ലാസ്റ്റത്തെ ഒരു മാച്ചിലാണ് സഞ്ജുവിനെ രോഹിത് ഇറക്കിയത്. എന്നാൽ സഞ്ജുവിന് ഫോമാകാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ രോഹിത് സഞ്ജുവിന് ട്രോഫി കൊടുത്തു. എന്നാൽ സഞ്ജു ട്രോഫി ഏറ്റുവാങ്ങിയില്ല. സഞ്ജു അത് യുവതാരങ്ങൾക്ക് കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത്. ശേഷം രോഹിത് ട്രോഫി ജയ്സ്വാൾ, റിങ്കു സിംഗ് ഇവർക്കാണ് വാഗ്ദാനം ചെയ്തത്. ജയ്സ്വാളും റിങ്കു സിംഗും ട്രോഫി ഏറ്റുവാങ്ങി. മികച്ച പ്രകടനമാണ് ഈ ഒരു സീരീസിൽ 2 താരങ്ങളും കാഴ്ചവെച്ചത്. റിങ്കു സിംഗ് ഇന്ത്യയുടെ ഫിനിഷർ തന്നെയാണ്. അതുപോലെ ഓപ്പണിങ്ങിൽ ജയ്സ്വാളും അടിച്ചു കളിച്ചു. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയ്ക്ക് ട്രോഫി കൊടുക്കാൻ ആഗ്രഹം അവർക്കായിരുന്നു. സഞ്ജുവിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ സഞ്ജു ഇന്ന് മികച്ചൊരു റണ്ണൌട്ട് കാഴ്ചവെച്ചു. എന്തായാലും അഫ്ഗാനിസ്ഥാൻ ശരിക്കും ഇന്ത്യൻ ടീമിനെ വെള്ളം കുടിപ്പിച്ചു. 2 സൂപ്പർ ഓവർ എത്തിയാണ് ഇന്ത്യ കളി ജയിച്ചത്. ഇന്നത്തോടുകൂടി അഫ്ഗാൻ സീരീസ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ത്യ പരമ്പര തൂത്തുവാരി. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.